പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പിടുന്നതിനും റദ്ദാക്കുന്നതിനും മരണപ്പെട്ടയാളുമായി രക്തബന്ധമുള്ളയാൾക്കോ പവർ ഓഫ് അറ്റോർണി ഉള്ളയാൾക്കോ മാത്രമേ ഇനി മുതൽ സാധിക്കുകയുള്ളൂ. കൂടാതെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായുള്ള ഫണ്ട് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ലഭിക്കുന്നതിനായി പഞ്ചായത്ത് ഓഫീസ് അടക്കം ഇന്ത്യയിലെ 5 അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിക്കണം. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏജന്റുമാർ മരണപ്പെട്ട പ്രവാസിയുടെ കുടുംബത്തെ ചൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ് പുതിയ തീരുമാനത്തിന് പിന്നിലെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺസുലേറ്റ് അംഗീകരിച്ച നിരക്കിനേക്കാൾ പല ഏജന്റുമാരും കൂടുതൽ തുക ഈടാക്കുന്നുവെന്നും ഇക്കാര്യത്തെക്കുറിച്ച് പ്രവാസി സമൂഹം ജാഗരൂകരായിരിക്കണമെന്നും കോൺസുലേറ്റ് മുന്നറിയിപ്പ് നൽകി. പ്രവാസിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായുള്ള എല്ലാ സഹായങ്ങളും കോൺസുലേറ്റ് ചെയ്തു നൽകുന്നതായിരിക്കും. ഒരു പൈസയും ഈടാക്കാതെ കുടുംബത്തിന് ഇത്തരം സേവനങ്ങൾ ചെയ്തു നൽകാൻ എല്ലാ എമിറേറ്റുകളിലും കോൺസുലേറ്റിന് കമ്മ്യൂണിറ്റി അസോസിയേഷനുകളുടെ പാനലുണ്ട്. സേവനങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കുമായി ഇവരെ ബന്ധപ്പെടാവുന്നതാണെന്നും കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം പുതിയ നിയമങ്ങൾ മരണപ്പെട്ട പ്രവാസികളുടെ കുടുംബത്തിനുമേൽ അധികഭാരം ചുമത്തുന്നവയാണെന്ന് യുഎയിലെ ചില സാമൂഹിക പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. രേഖകൾ റദ്ദാക്കാനും മറ്റും ഇനി മുതൽ സാമൂഹിക പ്രവർത്തകർക്ക് മരണപ്പെട്ട പ്രവാസികളുടെ കുടുംബത്തെ സഹായിക്കാനാവില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഡിസംബറിനുള്ളിൽ യുഎയിലെ സ്വകാര്യ കമ്പനികൾ സ്വദേശിവൽക്കരണ ടാർജറ്റ് പൂർത്തീകരിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി അധികൃതർ. യുഎഇ സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ വാർഷിക ലക്ഷ്യമായ 2% ഡിസംബർ 31-നകം പൂർത്തിയാക്കണം എന്നാണ് മാനവ ശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പദ്ധതി നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾ 2025 ജനുവരി 1 മുതൽ ഭീമമായ പിഴ ഒടുക്കേണ്ടി വരും. തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ച് സ്വകാര്യ മേഖലകളിൽ പൗരന്മാർക്ക് തൊഴിൽ ഉറപ്പുവരുത്താനുള്ള യുഎഇ സർക്കാരിന്റെ സംരംഭമാണ് എമിറേറ്റൈസേഷൻ. 50 അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലാണ് ഇത് നടത്തേണ്ടത്. എല്ലാ വർഷാവസാനവും തൊഴിലിടങ്ങളിൽ എമിറാത്തികളുടെ എണ്ണം 2% വർദ്ധിപ്പിക്കണം എന്നാണ് നിയമം നിഷ്കർഷിക്കുന്നത്. നിയമനം നടത്താത്ത ഓരോ എമിറാത്തിക്കും 96,000 ദിർഹം വീതം സ്ഥാപനം പിഴ ഒടുക്കേണ്ടതായി വരും. 20 മുതൽ 49 തൊഴിലാളികളുള്ള കമ്പനിയാണെങ്കിൽ വർഷാവസാനത്തോടെ ഒരു യുഎഇ പൗരനെ നിയമിക്കണം. ഈ കമ്പനികൾ 2025-ലും ഒരു സ്വദേശിയെ നിയമിക്കണം എന്നാണ് വ്യവസ്ഥ. IT, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ 14 മേഖലകളിൽ 68 പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത്. ഡിസംബർ 31-ന് 3 വർഷം പൂർത്തിയാക്കുന്ന നാഫിസ് പദ്ധതി അനുസരിച്ച് 3 വർഷങ്ങളിലെ 4% ചേർത്ത് മൊത്തം 6% സ്വദേശിവൽക്കരണമാണ് കമ്പനികൾ പൂർത്തിയാക്കേണ്ടത്. അടുത്ത വർഷത്തെ 2% കൂടി ചേർത്ത് 2026 ഡിസംബറോടെ 10% സ്വദേശിവൽക്കരണമാണ് യുഎഇ ലക്ഷ്യമിടുന്നത്. അതേസമയം യുഎഇയിലെ സ്ത്രീകൾക്ക് ഭർത്താവിനെയും മക്കളെയും സ്പോൺസർ ചെയ്യാനാവുമോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നു. ഉത്തരം അതെ എന്ന് തന്നെയാണ്. കാരണം വർക്ക് പെർമിറ്റുള്ള സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ കുടുംബത്തെ സ്പോൺസർ ചെയ്യാനാകും. ഇതിനായി ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. യുഎഇയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി പ്രകാരം യുഎഇയിൽ കുറഞ്ഞത് 3,000 ദിർഹം വേതനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഭർത്താവിനും മക്കൾക്കും റെസിഡൻസി വിസയ്ക്കായി സ്പോൺസർ ചെയ്യാനാകും. കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.